പഴമായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അലുവ ഒരല്പം സ്റ്റിക്കിയാണ്. സ്റ്റിക്കി ആയിട്ടുള്ളത് താല്പര്യമില്ലാത്തവർ ഇതിനകത്ത് കുറച്ച് റവയോ കോൺഫ്ലോർ പൊടിയോ ഒക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് കട്ടിയാക്കി എടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഹായ്, നമ്മളിന്ന് ചിങ്ങമ്പഴം ഉപയോഗിച്ചുള്ള ഒരു അലുവ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ഇതിനകത്ത് ഗോതമ്പ് പൊടിയോ അരിപ്പൊടിയോ ഒരു പൊടികളുടെ ആവശ്യമില്ല. അതിലേക്ക് ഞാൻ ഈ പഴം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. പിന്നെ ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. ഇത് ശർക്കരയാണ്, ഇത് ഈന്തപ്പഴമാണ്, ഇത് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്ത് വെച്ചിരിക്കുന്നതാണ്. കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് നമുക്കിതൊക്കെ റെഡിയാക്കി എടുക്കാം. അതിന് ഞാൻ ആദ്യമേ ഈ പഴം ഒന്ന് അടിച്ചെടുക്കട്ടെ. ഞാൻ പഴം നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. നല്ല പതഞ്ഞു വന്ന രീതിയിൽ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് ഇതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇളക്കി അതൊന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയേ ഇടാവുള്ളൂ. നമ്മുടെ പഴം റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. 1/2 കിലോ പഴത്തിന് 1/4 കിലോ ശർക്കര എന്ന കണക്കിലാണ് കേട്ടോ ചേർക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അല്പാൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്ത് വേണം ഇത് ശരിയാക്കി എടുക്കാൻ. അപ്പോൾ അടിക്കൊന്നും പിടിക്കാതെ ഭംഗിയായിട്ട് വെന്ത് കിട്ടും. നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി വറുത്തത് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഈന്തപ്പഴം കൂടി ചേർത്ത് കൊടുക്കുകയാണേ.
ഇതാ അലുവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർന്നു വയ്ക്കാം. ഇത് നമുക്കൊരു 3 മണിക്കൂർ നേരം എടുത്ത് വയ്ക്കണം. നന്നായിട്ട് ആറി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതെടുത്ത് പാത്ത് വയ്ക്കാം. പഴം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അലുവ ഒരല്പം സ്റ്റിക്കിയാണ്. സ്റ്റിക്കി ആയിട്ടുള്ളത് താല്പര്യമില്ലാത്തവർ ഇതിനകത്ത് കുറച്ച് റവയോ കോൺഫ്ലവർ പൊടിയോ ഒക്കെ ചേർത്ത് കൊടുത്ത് അതൊന്ന് കട്ടിയാക്കി എടുക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.